വൈകുന്നേരത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്കറിയാം, കേരളത്തിനൊപ്പം ഇലക്ഷൻ നടന്ന സംസ്ഥാനമാണ് തമിഴ്നാടും ബംഗാളും ഒക്കെ. അവിടെയൊക്കെ മുഖ്യമന്ത്രിമാരായി, കേരളത്തിന് മുഖ്യമന്ത്രിയായിട്ടില്ല. അപ്പോൾ വലിയ ട്രോളുകളൊക്കെ സമൂഹ മാധ്യമത്തിൽ നിറയുകയാണ്. നിങ്ങൾക്ക് മുഖ്യമന്ത്രി ഇല്ല എന്ന് പറഞ്ഞ് കേരളത്തിലുള്ളവരെ ആക്ഷേപിക്കുന്നു എന്ന തരത്തിലൊക്കെയുള്ള ട്രോളുകളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നു. എന്തായാലും നാളെ നീളെ എന്ന നിലയിലാണ് ചർച്ചകൾ നീണ്ടുപോവുകയാണ്. ഇന്നോ നാളെയോ എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഡൽഹിയിൽ നിന്നുള്ള തീരുമാനത്തിനായി എല്ലാവരും കാക്കുകയാണ്. നമുക്ക് വിശദമായി നോക്കാം. എല്ലാവർക്കും നേരം വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. ചോദ്യപേപ്പർ ചോർച്ച ആരോപണത്തെ തുടർന്ന് മെയ് 3 നടത്തിയ നീറ്റ് UG പരീക്ഷ റദ്ദാക്കിയതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. പുതിയ തീയതി ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് അറിയുന്നത്. ചോദ്യപേപ്പർ ചോർച്ച CBI അന്വേഷിക്കാനും തീരുമാനമായി. എന്തായാലും CBI ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 23 ലക്ഷത്തോളം വിദ്യാർത്ഥികളെയാണ് ഇത് ബാധിക്കുക. അവരുടെ പരിശ്രമത്തെയാണ് ഇത് ബാധിക്കുക. എന്തായാലും വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ഉയരുകയാണ്. വിശദാംശങ്ങളിലേക്കൊക്കെ കടക്കുന്നതിന് മുൻപായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നീറ്റ് വിഷയത്തിൽ SFI നടത്തിയ സമരം സംഘർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പോലീസ് അവിടെ ലാത്തി വീശിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയരുന്നത്. AG's ഓഫീസിന് മുന്നിലേക്കാണ് SFI പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. എന്തായാലും 50-ൽ താഴെ പ്രവർത്തകർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിപ്പോൾ ഒരു സംഘർഷത്തിലേക്ക് വഴിമാറുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. അവിടേക്ക് എല്ലാ നിയന്ത്രണങ്ങളും മറികടന്ന് പ്രവർത്തകർ ഇരച്ചെത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. നമുക്കറിയാം, ഭരണമാറ്റത്തിന് ശേഷം വിദ്യാർത്ഥി സംഘടനകൾ അവരുടെ ഊർജം കൈവരിക്കുന്നത് സമരങ്ങളിലൂടെയാണ്. ഇപ്പോൾ എന്തായാലും അവർക്ക് അങ്ങനെ ഒരു വിഷയം വന്ന് കിട്ടിയിരിക്കുക കൂടിയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധം. ഇത് കേരളത്തിൽ മാത്രമല്ല, രാജ്യമെമ്പാടും ഈ രീതിയിലുള്ള പ്രതിഷേധമുണ്ട്. ഇവിടെ SFI പ്രതിഷേധം സംഘർഷത്തിലേക്ക് വഴിമാറുന്നു എന്നതാണ് നമ്മൾ കാണുന്നത്. അവിടെ നിന്ന് സാരംഗ് സുധാകരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സാരംഗ്, പോലീസുമായുള്ള ഉന്തും തള്ളും കുറച്ചു നേരമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സംഘർഷ സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ? പ്രവർത്തകർ എല്ലാ നിയന്ത്രണങ്ങളും മറികടന്ന് AG's ഓഫീസിനുള്ളിലേക്ക് കടന്നിരിക്കുകയാണോ? തീർച്ചയായും. കാരണം AG's ഓഫീസിലേക്കുള്ള മാർച്ച് തുടക്കം തൊട്ട് തന്നെ സംഘർഷഭരിതമായിരുന്നു. കാരണം ബാരിക്കേഡ് വെച്ച് തടയാനുള്ളൊരു ശ്രമം അടക്കം പോലീസിന്റെ ഭാഗത്തുനിന്ന് പരാജയപ്പെടുകയും പിന്നീട് ജലപീരങ്കി അടക്കം മറികടന്നുകൊണ്ടാണ് AG's ഓഫീസിനകത്തേക്ക് കടന്നിരിക്കുന്നത് പ്രവർത്തകർ. ഇപ്പോൾ AG's ഓഫീസിനകത്ത് കുത്തിയിരുന്നുകൊണ്ട് പ്രതിഷേധിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട രാജ്യത്തുടനീളം SFIയുടെ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് തലസ്ഥാനത്ത് AG's ഓഫീസിലേക്ക് ഇപ്പോൾ മാർച്ച് നടത്തിയത്. കുറച്ചു മുൻപാണ്, അതായത് മാർച്ച് AG's ഓഫീസിന് മുൻപിൽ എത്തിയപ്പോൾ തന്നെ ബാരിക്കേഡ് മറികടന്നും ഒപ്പം തന്നെ ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും അത്തരത്തിൽ പ്രവർത്തകരെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നില്ല പോലീസിന്. മാത്രമല്ല, പോലീസുമായി ചെറിയ സംഘർഷവും ഉണ്ടായി. ലാത്തി വീശുകയും ചെയ്തിരുന്നു പോലീസ്. അതിന്റെ ഭാഗമായി പ്രവർത്തകർക്കും ഒപ്പം പോലീസിനും പരിക്ക് പറ്റിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ AG's ഓഫീസിന്റെ ഗേറ്റ് ലോക്ക് ചെയ്തിരുന്നു. ആ ലോക്ക് പൊട്ടിച്ചുകൊണ്ടാണ് അകത്തേക്ക് കയറിയത്. ബാരിക്കേഡ് മറികടന്ന് ഗേറ്റിന് മുൻപിൽ പ്രതിഷേധിച്ച പ്രവർത്തകർ പിന്നീട് ഗേറ്റ് മറികടന്ന് ഗേറ്റ് ലോക്ക് ചെയ്തിരുന്നു. ആ ലോക്ക് പൊട്ടിച്ചുകൊണ്ടാണ് അകത്തേക്ക് കയറിയത്. ആ സമയത്ത് പോലീസുമായി സംഘർഷം ഉണ്ടാവുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വലിയ വിവാദം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പരീക്ഷയുമായി നടത്തിയ ക്രമക്കേടുകൾ, അതായത് ചോദ്യപേപ്പർ അടക്കമുള്ള കാര്യങ്ങളിൽ CBIയുടെ അന്വേഷണം അടക്കം വരുമെന്ന് പറയുന്നു. അതിലടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇനി കൂടുതൽ, അതായത് 23 ലക്ഷം വിദ്യാർത്ഥികളുടെ വലിയ നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിൽ കാണുന്ന ഈ പൂട്ട് പൊട്ടിച്ചുകൊണ്ടാണ് അകത്തേക്ക് കയറിയിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒന്നും തള്ളും ഇവിടെ നടന്നിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഈ പൂട്ട് പ്രവർത്തകർ അടിച്ചു പൊട്ടിക്കുകയാണ്. പൂട്ട് വെച്ചിരുന്ന ആ ഭാഗം അടിച്ചു പൊട്ടിച്ചുകൊണ്ടാണ് അകത്തേക്ക് പ്രവർത്തകർ കയറിയത്. അതിന് ഒപ്പം തന്നെ മതിൽ വഴിയും അകത്തേക്ക് പ്രവർത്തകർ ഇരമ്പി കയറുകയായിരുന്നു. അതിനുശേഷമാണ് പോലീസുമായി പ്രവർത്തകർ സംഘർഷത്തിൽ ഏർപ്പെടുകയും ചെയ്തത്. ഇപ്പോൾ പ്രവർത്തകർ അകത്ത് തന്നെ തുടരുകയാണ്. അവിടെ ഈ ഒരു പ്രതിഷേധം അറിയിക്കുക, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനം എന്ന രീതിയിൽ ഇവിടെ ഒരു പ്രതിഷേധം അറിയിക്കുക. മാത്രമല്ല, ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ സുതാര്യമാക്കുകയും വേണം. കാരണം 23 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ എഴുതിയ പരീക്ഷയാണ്. ആ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലാക്കുന്ന ഒരു നടപടിയാണ്. ഈ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ കൃത്യമായി നടപടികൾ എടുക്കണമെന്ന ആവശ്യവുമാണ് ഇപ്പോൾ SFI രാജ്യവ്യാപകമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ AG's ഓഫീസിൽ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ കുത്തിയിരുന്നുകൊണ്ട് പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ നിന്ന് കുറച്ച് കഴിയുമ്പോൾ പോലീസ് ഇവിടെ നിന്നും ബലം പ്രയോഗിച്ച് മാറ്റാനുള്ളൊരു സാധ്യതയുമുണ്ട്. കാരണം ആക്രമിച്ചുകൊണ്ടാണ് അകത്തേക്ക് കയറിയിട്ടുള്ളത്. നമ്മുടെ ദൃശ്യങ്ങൾ തന്നെ വളരെ വ്യക്തമായിരുന്നു. ഇവരുടെ ആവശ്യമെന്നാൽ പ്രധാനമായി പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട നീറ്റ് പരീക്ഷയുടെ തുടക്കം തന്നെ വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ നടന്നിരുന്നു. കാരണം നീറ്റ്
പരീക്ഷ നടക്കുന്ന ദിവസം MBBS വിദ്യാർത്ഥികൾക്ക് ക്ലാസ് വെച്ചിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ആൾമാറാട്ട സാധ്യത അടക്കം ഉണ്ടായിട്ടുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടി MBBS പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഈ എക്സാം നടക്കുന്ന ദിവസം അടക്കം ക്ലാസ് മുറികളിലേക്ക് എത്തിച്ചിരുന്നു, ക്ലാസ് വെച്ചിരുന്നു. ആ സമയത്ത് അതായത് വലിയ വ്യാപകമായ രീതിയിൽ ഈ ക്രമക്കേട് അല്ലെങ്കിൽ നീറ്റ് പരീക്ഷയുമായി രീതിയിൽ നടക്കുന്ന പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ ഈ ഭാവി തുലാസിലാവുന്നത് വളരെ വർഷങ്ങളോളം പഠിച്ച് ഈ ഒരു രംഗത്തേക്ക് വരുന്ന അല്ലെങ്കിൽ MBBS അടക്കം നോക്കി വിഷയത്തിലേക്ക് വരുന്ന ഒരുപാട് അധികം വിദ്യാർത്ഥികളുടെ ഭാവിയാണ് തുലാസിലായിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ SFI സമരമുഖത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. പ്രവർത്തകർ ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. നമുക്ക് ദൃശ്യങ്ങൾ AG's ഓഫീസിൽ നിന്നും പുറമേക്ക് അവർ കൂട്ടമായി എഴുതുന്നു. അടുത്ത എങ്ങോട്ടേക്കാണെന്നുള്ളത് ആ പ്രവർത്തകരെ ഇവിടെ നിന്ന് ചിലരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു. അവരെ മാറ്റാൻ അല്ലെങ്കിൽ അവരെ ബസ്സിൽ നിന്ന് ഇറക്കാനുള്ളൊരു നീക്കമാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പല പ്രവർത്തകരെയും ഒറ്റപ്പെട്ടുപോയ പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് ഇവിടെ നിന്ന് മാറ്റിയിരുന്നു. അവരുടെ അടുത്തേക്ക് അല്ലെങ്കിൽ അവരെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കാനുള്ള നീക്കമായിരിക്കണമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രവർത്തകർ ഇവിടെ നിന്നും കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾ പ്രകടനമായി പോകുന്നത്. അവിടെ എത്തി പ്രവർത്തകരെ അതായത് പലരെയും ലാത്തി വീശിക്കൊണ്ട് എന്തായാലും തിരുവനന്തപുരം അവിടം AG's ഓഫീസ് പരിസരം സംഘർഷഭരിതമാണ്. SFI പ്രവർത്തകർ ഇപ്പോൾ AG's ഓഫീസിൽ നിന്ന് കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലേക്ക് നീങ്ങുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് വ്യക്തതയില്ല. വലിയ മുദ്രാവാക്യം വിളികളോടുകൂടിയാണ് പ്രവർത്തകർ ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ പരിസരത്തേക്ക് എത്തിയിരിക്കുന്നത്. നേരത്തെ പോലീസ് പ്രവർത്തകരെ തടയാൻ ശ്രമിച്ചതെങ്കിൽ അവർ AG's ഓഫീസിനുള്ളിലേക്ക് തള്ളിക്കയറുന്നുണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധം തിരുവനന്തപുരത്ത് ഇപ്പോൾ നടക്കുകയാണ്. AG's ഓഫീസിലേക്കാണ് SFI പ്രതിഷേധം ആഹ്വാനം ചെയ്തിരുന്നത്. അവിടുത്തെ പ്രതിഷേധത്തിന് ശേഷം ഇപ്പോൾ അത് പോലീസ് സ്റ്റേഷന് മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവിന്റെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾ അവിടെ പ്രതിഷേധിക്കുന്നത്. ശരി, എന്തായാലും തിരുവനന്തപുരത്ത് SFIയുടെ പ്രതിഷേധം അത് തുടരുകയാണ്. നേരത്തെ വലിയ സംഘർഷഭരിതമായ സാഹചര്യങ്ങളൊക്കെ നിലനിന്നിരുന്നു. ഇപ്പോൾ പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് പ്രവർത്തകർ. അപ്പോൾ ഇതാണ് സാഹചര്യം. രാജ്യവ്യാപകമായി തന്നെ വലിയ പ്രതിഷേധമുയരുകയാണ്. എന്താണ് നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് സംഭവിച്ചതെന്ന് നോക്കിയാൽ മെയ് 3 പരീക്ഷ കഴിഞ്ഞ് 4 ദിവസങ്ങൾക്ക് ശേഷമാണ് ക്രമക്കേടുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നത്. രാജസ്ഥാനിലെ സിഖറിൽ പരീക്ഷയ്ക്ക് മുന്നോടിയായി വിദ്യാർത്ഥികൾക്കിടയിൽ പ്രചരിച്ച മാതൃകാ ചോദ്യപേപ്പറിൽ നിന്ന് നീറ്റ് പരീക്ഷയുടെ യഥാർത്ഥ ചോദ്യപേപ്പറുമായി വലിയ തോതിൽ സാമ്യമുള്ളതായി കണ്ടെത്തുകയായിരുന്നു. ഇതോടെയാണ് രാജ്യത്തെ ഏറ്റവും വലിയ മെഡിക്കൽ പ്രവേശന പരീക്ഷ വീണ്ടും സംശയനിഴലിലായത്. സംഭവത്തിൽ രാജസ്ഥാൻ പോലീസിന്റെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പ് അന്വേഷണം തുടങ്ങി. അന്വേഷണത്തിൽ ചോദ്യപേപ്പർ ചോർച്ച സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് ഈ മാസം 3 നടന്ന പരീക്ഷ ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. പുതിയ തീയതി പിന്നീട് പ്രഖ്യാപിക്കുമെന്നാണ് അറിയിക്കുന്നത്. ആരോപണങ്ങൾ CBI അന്വേഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. NDA ആണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. എന്തായാലും ഇപ്പോൾ CBI ഈ കാര്യത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തു എന്നതാണ് നമ്മൾക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. സംഭവത്തിൽ 45 പേർ രാജസ്ഥാൻ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്.
അപ്പോൾ വലിയ ഞെട്ടിക്കുന്ന ചോദ്യപേപ്പർ ചോർച്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. 3-ാം തീയതി നടന്ന പരീക്ഷയ്ക്ക് മുൻപ് പ്രചരിച്ച മാതൃകാ ചോദ്യക്കടലാസിലെ 135 ചോദ്യങ്ങൾ യഥാർത്ഥ പരീക്ഷയിൽ ഉൾപ്പെട്ടിരുന്നുവെന്നാണ് ആദ്യം ആരോപണമുയർന്നത്. ആകെ 180 ചോദ്യങ്ങളാണ് നീറ്റ് യു ജി പരീക്ഷയ്ക്കുള്ളത്. ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി എന്നീ വിഷയങ്ങളിൽ നിന്ന് 45 വീതം ചോദ്യങ്ങൾ. ഇത്തരത്തിൽ 4 സെറ്റ് ചോദ്യക്കടലാസുകളാണ് ഉപയോഗിക്കുന്നത്. വാട്സപ്പിലും മറ്റും ചോദ്യങ്ങൾ പ്രചരിച്ചിരുന്നു. ഇത് സംബന്ധിച്ച് രാജസ്ഥാൻ പോലീസിന് വിവരം ലഭിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചത്. ആ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങളൊക്കെ പുറത്തുവന്നത്. മാതൃകാ ചോദ്യക്കടലാസിലെ 410 ചോദ്യങ്ങളിൽ 135 എണ്ണം കെമിസ്ട്രി, ബയോളജി വിഭാഗങ്ങളിലായി യഥാർത്ഥ പരീക്ഷയിൽ ഉൾപ്പെട്ടു എന്ന് ഈ അന്വേഷണത്തിലും വ്യക്തമായി. അത് സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പ് ADGP വിശാൽ ബെൻസാൽ തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. പരീക്ഷയ്ക്ക് 42 മണിക്കൂർ മുൻപ് ചോദ്യപേപ്പർ ചോർന്നതായി ആണ് ഈ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. വാട്സപ്പിൽ ചോദ്യപേപ്പർ പ്രചരിച്ചെന്നും ഉത്തരാഖണ്ഡിലെ വിദ്യാർത്ഥികൾക്ക് ഇത് ലഭിച്ചു എന്നതും അന്വേഷണത്തിൽ തെളിഞ്ഞു. 720 മാർക്കിന്റെ ചോദ്യങ്ങളിൽ ഏകദേശം 600 മാർക്കിന്റെ ചോദ്യങ്ങളും വിദ്യാർത്ഥികൾക്ക് ഇടയിൽ പ്രചരിച്ചിരുന്നതായാണ് ഈ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. നിരവധി ചോദ്യങ്ങളിലെ ഉത്തര ഓപ്ഷനുകളുടെ ക്രമം പോലും സമാനമായി തന്നെയാണ് യഥാർത്ഥ ചോദ്യപേപ്പറിൽ എത്തിയത്. ചോദ്യപേപ്പർ ഏതാണ്ട് 20,000 മുതൽ 2 ലക്ഷം രൂപ വരെയൊക്കെ ഈടാക്കിയാണ് വിദ്യാർത്ഥികൾക്ക് വിറ്റത് എന്നതാണ് പറയപ്പെടുന്നത്. അങ്ങനെ വലിയ രീതിയിലുള്ള ക്രമക്കേടാണ് ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നത്. കേന്ദ്ര ഏജൻസികളുമായി ചേർന്ന് പരിശോധിച്ച വിവരങ്ങളും അന്വേഷണത്തിലെ കണ്ടെത്തലുകളും അടിസ്ഥാനമാക്കിയാണ് കേന്ദ്ര സർക്കാരിന്റെ അനുമതിയോടെ ഇപ്പോൾ ഈ പരീക്ഷ റദ്ദാക്കാനുള്ള തീരുമാനം എടുത്തതെന്നാണ് NTA പറയുന്നത്. പരീക്ഷയുടെ നീതിയുക്തവും സുരക്ഷിതവും വിശ്വാസ്യതയും ഒക്കെ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ഈ വിഷയം കേന്ദ്ര ഏജൻസികൾക്ക് സ്വതന്ത്ര പരിശോധനയ്ക്കും ആവശ്യമായ നടപടികൾക്കുമായി കൈമാറിയതെന്ന് കൂടി NTA വിശദീകരിക്കുന്നുണ്ട്. പുതുക്കിയ പരീക്ഷാ തീയതിയും പുതിയ അഡ്മിറ്റ് കാർഡുകളുടെ ഷെഡ്യൂളുമൊക്കെ ഉടൻ അറിയിക്കും എന്ന കാര്യമാണ് NTA വ്യക്തമാക്കിയിട്ടുള്ളത്. പരീക്ഷ വീണ്ടും നടത്തേണ്ടി വരുന്നത് വിദ്യാർത്ഥികൾക്കും കുടുംബങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് ഈ ഏജൻസി സമ്മതിക്കുന്നുണ്ട് എങ്കിൽ പോലും ദേശീയ പരീക്ഷാ സംവിധാനത്തിന്റെ വിശ്വാസ്യതയും സുതാര്യതയും സൂക്ഷിക്കാൻ ഈ തീരുമാനം അനിവാര്യമാണ് എന്നതാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. പരീക്ഷയ്ക്കായി വിദ്യാർത്ഥികൾ നൽകിയ രജിസ്ട്രേഷൻ വിവരങ്ങളും പരീക്ഷാ കേന്ദ്രങ്ങളുടെ തെരഞ്ഞെടുപ്പും വീണ്ടും നടക്കുന്ന പരീക്ഷയ്ക്ക് ബാധകമായിരിക്കുമെന്നും NTA അറിയിക്കുന്നു. പുതുതായി രജിസ്റ്റർ ചെയ്യേണ്ടതില്ലെന്നും അധിക പരീക്ഷാ ഫീസ് ഈടാക്കില്ല എന്നും ഏജൻസി വ്യക്തമാക്കുന്നുണ്ട്. ഇതിനകം അടച്ച ഫീസ് തിരികെ നൽകുമെന്നും പുനഃപരീക്ഷ ഇന്ത്യയുടെ ആഭ്യന്തര സംവിധാനങ്ങൾ ഉപയോഗിച്ചായിരിക്കും നടത്തുക എന്നും കൂടി അറിയിക്കുന്നുണ്ട്. പുതുക്കിയ പരീക്ഷാ കാർഡ്, അഡ്മിറ്റ് കാർഡുകൾ തുടങ്ങിയ വിവരങ്ങൾ സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രം വിദ്യാർത്ഥികൾ വിശ്വസിക്കണമെന്നും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ അവഗണിക്കണമെന്നുമൊക്കെ വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടും NTA അഭ്യർത്ഥിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും രാജസ്ഥാനിലെ സീക്കർ, ജയ്പൂർ, കോട്ട എന്നിവിടങ്ങളിൽ നിന്നും ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ നിന്നുമുള്ളവരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. 45ഓളം പേർ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുണ്ട്. സീക്കറിലെ എൻട്രൻസ് പരിശീലന സ്ഥാപനം വിദ്യാർത്ഥികൾക്ക് നൽകിയതാണ് മാതൃകാ ചോദ്യക്കടലാസ് എന്നും ഇത് കേരളം, മഹാരാഷ്ട്ര, ഗുജറാത്ത് സംസ്ഥാനങ്ങളിലെ വിദ്യാർത്ഥികൾക്കും കൈമാറിയിട്ടുണ്ട് എന്നതും ഈ അന്വേഷണത്തിൽ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുള്ള വിവരങ്ങളായി പോലീസ് പറയുന്നു. വിവരത്തിലെ സത്യാവസ്ഥ പരിശോധിക്കുകയാണെന്ന് NTA ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. ഉയർന്ന ആരോപണങ്ങളിലും കണ്ടെത്തലുകളിലും ഇനി CBI അന്വേഷണത്തിലൂടെ എന്തൊക്കെ പുറത്തു വരുന്നു എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ദേശീയ പരീക്ഷാ ഏജൻസി എന്തായാലും ഇതുമായൊക്കെ ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളുമായി സഹകരിക്കുമെന്ന കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട്. ഇതാദ്യമായല്ല ഇത്തരം ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. 2024 സമാനമായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. രാജ്യത്തുടനീളം 23 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ അന്നും പരീക്ഷ എഴുതി. പരീക്ഷയ്ക്ക് തൊട്ടു പിന്നാലെ ബീഹാറിൽ ചോദ്യപേപ്പർ ചോർന്നതായി ആരോപണമുയർന്നു. ലക്ഷക്കണക്കിന് രൂപ വാങ്ങി ചോദ്യപേപ്പറും ഉത്തരങ്ങളും നൽകിയ സംഘത്തെ ബീഹാർ പോലീസ് പട്നയിൽ വെച്ച് അറസ്റ്റ് ചെയ്യുന്നു. ജൂൺ 4-ന് ഫലപ്രഖ്യാപനം വന്നപ്പോൾ 67 വിദ്യാർത്ഥികൾക്ക് മുഴുവൻ മാർക്കും ലഭിച്ചു എന്ന് കണ്ടെത്തി. പരീക്ഷാ സമയം നഷ്ടപ്പെട്ടവർക്ക് ഗ്രേസ് മാർക്ക് നൽകിയതിലൂടെ 718, 719 എന്നിങ്ങനെ അസാധാരണമായ മാർക്കുകൾ ലഭിച്ചതും വലിയ വിവാദത്തിന് വഴിവെച്ചു. രാജ്യവ്യാപകമായി പരീക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമായതോടെ കേന്ദ്ര സർക്കാർ അന്വേഷണം CBIക്ക് കൈമാറി. ജാർഖണ്ഡിലെ ഹസാരിബാഗിലുള്ള ഒയാസിസ് സ്കൂളിൽ നിന്നാണ് ചോദ്യപേപ്പർ ചോർന്നതെന്ന് CBI കണ്ടെത്തി. ബീഹാർ, ജാർഖണ്ഡ്, ഗുജറാത്ത്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നായി ഇടനിലക്കാരും സ്കൂൾ അധികൃതരും പട്ന എയിംസിലെ MBBS വിദ്യാർത്ഥികളും അടക്കം നിരവധി പേർ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 2024 അറസ്റ്റിലാകുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് ഈ കേസ്
സുപ്രീം കോടതി കയറുന്നതും കണ്ടു. പരീക്ഷയുടെ സുതാര്യതയെ ബാധിച്ചുവെന്ന് കോടതി നിരീക്ഷിച്ചുവെങ്കിലും രാജ്യം മുഴുവൻ ബാധിക്കുന്ന തരത്തിലുള്ള വ്യവസ്ഥാപിത ചോർച്ചയ്ക്ക് തെളിവില്ലാത്തതിനാൽ വീണ്ടും പരീക്ഷ നടത്തുന്നതിനെ കോടതി എതിർക്കുകയായിരുന്നു. വിദ്യാർത്ഥികളുടെ ഭാവി മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു കോടതി അത്തരമൊരു സമീപനം അതിൽ സ്വീകരിച്ചത്. എന്തായാലും ഇപ്പോൾ പരീക്ഷ തന്നെ റദ്ദാക്കാനുള്ള തീരുമാനമാണ് വന്നിരിക്കുന്നത്. വൻ പ്രതിഷേധമാണ് ഇതിനെതിരെ ഉയരുന്നത്. നീറ്റ് UG പരീക്ഷ റദ്ദാക്കിയതിന് പിന്നാലെ ഡൽഹിയിലാണ് ആദ്യം വലിയ പ്രതിഷേധം ഉയർന്നത്. ന്യൂഡൽഹിയിലെ ശാസ്ത്രി ഭവന് പുറത്ത് NSU പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചു. മുദ്രാവാക്യങ്ങൾ മുഴക്കിയും പ്ലക്കാർഡുകൾ ഉയർത്തിയുമാണ് NSU പ്രവർത്തകർ അവിടെ പ്രതിഷേധിച്ചത്. പിന്നീട് SFIയുടെ പ്രതിഷേധവും അവിടെ ഉണ്ടായി. ഒട്ടേറെ പ്രവർത്തകർ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടുണ്ട്. നീറ്റ് പരീക്ഷയുടെ സുതാര്യത ഉറപ്പാക്കുന്നതിൽ പരാജയപ്പെട്ടെന്ന് ആരോപിച്ചായിരുന്നു വിദ്യാർത്ഥികളുടെയും പ്രവർത്തകരുടെയും ഒക്കെ പ്രതിഷേധം. കുറ്റക്കാരായവർക്കെതിരെ നടപടിയെടുക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. ശാസ്ത്രി ഭവന് പുറത്ത് ബാരിക്കേഡ് കെട്ടിയാണ് പോലീസ് NSU പ്രവർത്തകരെ തടഞ്ഞത്. പിന്നീട് SFI പ്രവർത്തകരും വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ ഉയർത്തുകയാണ്. വലിയ വിമർശനവുമായി രാഹുൽ ഗാന്ധിയും രംഗത്ത് വരുന്നത് കണ്ടു. പരീക്ഷ റദ്ദാക്കിയതിന് പിന്നാലെ രൂക്ഷ വിമർശനമാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുമുണ്ടായത്. പരീക്ഷ റദ്ദാക്കാൻ കാരണമായ ചോദ്യപേപ്പർ ചോർച്ച സംഘടിത അഴിമതി എന്നതാണ് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. സർക്കാരിന്റെ വീഴ്ച വിദ്യാർത്ഥികളോടുള്ള അപരാധമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമൃതകാലം വിഷകാലമായി മാറിയെന്നും പ്രതിപക്ഷ നേതാവ് വിമർശിക്കുന്ന സാഹചര്യവും ഉണ്ടായിരിക്കുകയാണ്. എന്തായാലും വർഷങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം കഠിനാധ്വാനം ചെയ്താണ് 23 ലക്ഷം വിദ്യാർത്ഥികളെയാണ് ഇപ്പോൾ ഈ തീരുമാനം ബാധിക്കാൻ പോകുന്നത്. പലർക്കും പരീക്ഷകൾ എളുപ്പമായിരുന്നു. അതനുസരിച്ച് ഭാവി പരിപാടികൾ നിശ്ചയിച്ച് മുന്നോട്ട് പോകുന്ന വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങളെ ഭാവിയൊക്കെ ബാധിച്ചിരിക്കുകയാണ് ചോദ്യപേപ്പർ ചോർച്ചയും പരീക്ഷ റദ്ദാക്കിയിട്ടുള്ള ഇപ്പോഴത്തെ നടപടിയും. എന്തായാലും സംവിധാനത്തിന്റെ പരാജയം കൊണ്ട് മാത്രമാണ് ഈ വിദ്യാർത്ഥികൾക്ക് ഇത് അനുഭവിക്കേണ്ടി വരുന്നത്. ആവർത്തിക്കപ്പെടുന്ന ഇത്തരം സംഭവങ്ങൾ പരീക്ഷാർത്ഥികളിൽ സമ്മർദ്ദമുണ്ടാക്കുകയും അവർക്ക് ഈ സംവിധാനത്തിലെ വിശ്വാസ്യത തന്നെ ഇല്ലാതാക്കുകയും ഒക്കെ ചെയ്യും. കോടതിയിലേക്കും വിഷയം എത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിനി സംഭവിക്കാൻ പാടില്ലാത്തതാണ്. സിസ്റ്റത്തിന്റെ ആവർത്തിച്ചുള്ള ഈ പിഴവ് വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന സാഹചര്യം ഇനി ഉണ്ടായിക്കൂടാ. എന്തായാലും അതിൽ CBI ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാകുന്നു. കൃത്യമായ അന്വേഷണം നടക്കട്ടെ. ഇതിനെ ആവർത്തിക്കാതിരിക്കാനുള്ള ശക്തമായ നടപടികളാണ് വേണ്ടത്. എന്തായാലും ഇപ്പോൾ പരീക്ഷ എഴുതി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് എന്ത് വേണമെന്ന കാര്യത്തിൽ ഒരുപക്ഷെ കോടതി ഇടപെടലായിരിക്കും നിർണായകമാവുക. പശ്ചിമേഷ്യൻ യുദ്ധം മൂലമുള്ള സാഹചര്യം നേരിടാൻ ഇന്ധന ഊർജ്ജ ഉപയോഗം നിയന്ത്രിക്കണമെന്നതടക്കമുള്ള പ്രധാനമന്ത്രിയുടെ നിർദ്ദേശങ്ങൾ ഇന്ത്യയിലല്ല ആദ്യമായി നടപ്പാക്കുന്നത്. ലോകത്ത് ഇന്ത്യയിൽ ആദ്യമായി ഒരു നിർദ്ദേശം പ്രധാനമന്ത്രി വെക്കുന്നു എന്ന നിലയിലല്ല നമ്മൾ അതിനെ കാണേണ്ടത്. യാഥാർത്ഥ്യബോധമില്ലാത്ത നിർദ്ദേശങ്ങൾ എന്ന് വിമർശിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് ഇതിൽ പലതും ലോകത്തിന്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നേരത്തെ തന്നെ നിലവിൽ വന്നു എന്നുള്ളതാണ്. കോവിഡ് കാലത്ത് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചപ്പോഴും പ്രധാനമന്ത്രിയെ വിമർശിക്കാൻ നിരവധി പേർ ഉണ്ടായിരുന്നു. അന്നത്തെ ആ തീരുമാനം എത്രയെത്ര ജീവനുകളാണ് കാത്തുരക്ഷിച്ചതെന്ന് പിന്നീട് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇപ്പോഴത്തെ നിർദ്ദേശങ്ങളെ പുച്ഛിച്ചു തള്ളുന്നവരോടും വിമർശിക്കുന്നവരോടും ചൂണ്ടിക്കാട്ടാനുള്ളത് ഇപ്പോഴത്തെ ആഗോള സാഹചര്യങ്ങളാണ് പ്രധാനമന്ത്രി ആ ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നതിലേക്ക് എത്തിച്ചതെന്നാണ്. അത് ഇവിടെ മാത്രമല്ല, അത് ലോകത്താകെ ഇതിനോടകം നടപ്പാക്കിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ്. എന്തായാലും പ്രധാനമന്ത്രിയുടെ ആ സ്പീച്ച് ഒന്ന് കേൾക്കാം. पेट्रोल डीजल का संयम से इस्तेमाल करना। साथियों, हमें पेट्रोल डीजल का उपयोग कम करना होगा। शहरों में जहां मेट्रो है वहां हम तय करें कि हम मेट्रो का ही उपयोग करेंगे, ज्यादा से ज्यादा मेट्रो में ही जाएंगे। अगर कार में ही जाना जरूरी है तो फिर कार पूल करने का प्रयास करें और भी लोगों को साथ बिठा ले। अगर हमें कहीं सामान भेजना हो तो कोशिश करनी है कि वह ज्यादा से ज्यादा रेलवे गुड्स के जो ट्रेन होती है रेलवे की सर्विसेज से भेजें, ताकि इलेक्ट्रिक रेलवे होने के कारण
पेट्रोल डीजल की जरूरत नहीं पड़ती है। ഇപ്പോൾ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ഹൈദരാബാദിൽ നടന്ന ചടങ്ങിലാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞത്. ഇന്നലെ ഇത് അദ്ദേഹം വീണ്ടും ആവർത്തിച്ചു. ലോകത്തെ മറ്റു ഭരണകൂടങ്ങൾ എങ്ങനെയാണ് ഈ സാഹചര്യം നേരിടുന്നത് എന്നതുകൂടി നമുക്ക് നോക്കാം. ഇന്ധന വിതരണത്തിൽ റേഷനിംഗ്, നിർബന്ധിത വർക്ക് ഫ്രം ഹോം, വേഗപരിധി കുറയ്ക്കൽ, യാത്രാ നിയന്ത്രണങ്ങൾ എന്നിവയാണ് മുഖ്യമായും മറ്റ് രാജ്യങ്ങളിൽ നടപ്പാക്കിയിരിക്കുന്നത്. രാജ്യാന്തര ഊർജ്ജ ഏജൻസി ട്രാക്കർ പ്രകാരം യൂറോപ്യൻ യൂണിയനിൽ അംഗങ്ങളായവർ ഉൾപ്പെടെ 40 രാജ്യങ്ങളാണ് അടിയന്തര ഊർജ്ജ സംരക്ഷണ നടപടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. 48-ലധികം രാജ്യങ്ങൾ ഇന്ധന നിയന്ത്രണവും ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വികസിത രാജ്യങ്ങൾ എക്സൈസ് തീരുവ ഇളവുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കരിഞ്ചന്ത തടയാനുള്ള നടപടികൾ, ഉയർന്ന ഇന്ധന ഉപയോഗ മേഖലകൾക്ക് ആശ്വാസ നടപടികൾ എന്നിവയും ഉറപ്പാക്കിയിട്ടുണ്ട്. ചില രാജ്യങ്ങൾ മണ്ണെണ്ണ, LPG ഉപയോഗം കുറയ്ക്കാൻ നേരിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു. അതായത് റേഷൻ വ്യവസ്ഥയിൽ ഗ്യാസും മണ്ണെണ്ണയും നൽകുക, ഗ്യാസ് സിലിണ്ടർ പാതി മാത്രം നിറച്ച് നൽകുക തുടങ്ങിയവയാണ് ആ നടപടികൾ. 18 രാജ്യങ്ങൾ ഗതാഗത നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കുകയും നിർബന്ധിതമാക്കുകയുമാണ് ഇതിലൊന്ന്. കാർ പൂളിംഗും പലയിടത്തും നിർബന്ധമാക്കിയിട്ടുണ്ട്. സർക്കാർ സ്വകാര്യ വാഹനങ്ങൾക്ക് പോലും പല രാജ്യങ്ങളും നിയന്ത്രണം ഏർപ്പെടുത്തി. സോളാർ ഊർജ്ജം കാര്യക്ഷമമായി ഉപയോഗിക്കുന്ന രാജ്യങ്ങൾ ഇലക്ട്രിക് വാഹനങ്ങൾ കാര്യമായി പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. 35-ലധികം രാഷ്ട്രങ്ങൾ ഊർജ്ജ ഇന്ധന ഉപയോഗം കുറയ്ക്കാനുള്ള ബോധവൽക്കരണ ക്യാമ്പയിനുകൾക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞു. ഇത് ആദ്യഘട്ട നടപടിയാണ്. ഇതിനുശേഷമാണ് കർക്കശമായ നടപടികളിലേക്ക് കടക്കുക. എയർ കണ്ടീഷൻ ഉപയോഗത്തിന് നിയന്ത്രണം, വെളിച്ച സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതിന് നിയന്ത്രണം എന്നിവയും ഒപ്പമുണ്ട്. മാലദ്വീപിലും നേപ്പാളിലും LPG സിലിണ്ടർ പാതി മാത്രമാണ് നിറച്ചു നൽകുന്നത്. ഹൈദരാബാദിലെ ചടങ്ങിൽ ഇന്ധന ഊർജ്ജോപയോഗം കുറയ്ക്കണമെന്ന് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തത് കഴിഞ്ഞ ദിവസമാണ്. ഇന്നലെയും മോദി അത് ആവർത്തിച്ചു. ഗുജറാത്തിലെ വഡോദരയിൽ നടന്ന ചടങ്ങിൽ വെച്ച് അപ്പോൾ തന്നെ നമ്മൾ മുൻകൂട്ടി കാണേണ്ടത് രാജ്യം വലിയ പ്രതിസന്ധിയാണ് അഭിമുഖീകരിക്കുന്നതെന്നാണ്. എല്ലാവരും സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. 12 രാജ്യങ്ങളാണ് വർക്ക് ഫ്രം ഹോം അല്ലെങ്കിൽ റിമോട്ട് വർക്ക് സമ്പ്രദായങ്ങളിലേക്ക് ചുവടുവെച്ചിട്ടുള്ളത്. സർക്കാർ മേഖല മാത്രമല്ല, സ്വകാര്യ മേഖലയും ഇത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പാകിസ്ഥാനിൽ ആഴ്ചയിൽ 4 ദിവസം മാത്രമായി പ്രവൃത്തി ദിനങ്ങൾ ചുരുക്കിയിരിക്കുകയാണ്. ഇതിൽ തന്നെ 50% വർക്ക് ഫ്രം ഹോം റിമോട്ട് രീതിയിലാണ്. ഇന്തോനേഷ്യയിൽ വെള്ളിയാഴ്ചകൾ വർക്ക് ഫ്രം ഹോമാക്കി. ശ്രീലങ്കയിൽ ബുധനാഴ്ചകളിൽ ഓഫീസുകൾ അടച്ചിട്ട് വർക്ക് ഫ്രം ഹോമാക്കി. ദക്ഷിണ കൊറിയയിൽ പല വിധത്തിലാണ് വർക്ക് ഫ്രം റിമോട്ട് സമ്പ്രദായങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇത് അതത് മേഖലകളെ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. കംബോഡിയ, ലാവോ പീപ്പിൾസ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്, മലേഷ്യ, ഫിലിപ്പീൻസ്, തായ്ലൻഡ്, വിയറ്റ്നാം, പെറു, ഈജിപ്ത് തുടങ്ങിയവയാണ് വർക്ക് ഫ്രം ഹോം അല്ലെങ്കിൽ ഹൈബ്രിഡ് സമ്പ്രദായങ്ങൾ നടപ്പാക്കിയ മറ്റു രാഷ്ട്രങ്ങൾ. ഊർജ്ജ സംരക്ഷണത്തിനും വിവിധ രാജ്യങ്ങൾ വിവിധ മാർഗങ്ങളാണ് തേടുന്നത്. സർക്കാർ കെട്ടിടങ്ങളിലും ഓഫീസുകളിലും എയർ കണ്ടീഷനുകളുടെ ഉപയോഗത്തിൽ കർശന നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ബംഗ്ലാദേശിൽ 25 ഡിഗ്രിയിൽ കുറഞ്ഞ താപനില AC-കളിൽ സെറ്റ് ചെയ്യരുത് എന്നതാണ് നിർദ്ദേശം. സിംഗപ്പൂരിലും 25 ഡിഗ്രി തന്നെയാണ് അനുവദനീയമായ കുറഞ്ഞ താപനില. എയർ കണ്ടീഷണറുകൾ പരമാവധി ഓഫ് ചെയ്തിട്ട് ഫാനുകൾ ഉപയോഗിക്കണമെന്ന നിർദ്ദേശവും സിംഗപ്പൂർ നൽകിയിട്ടുണ്ട്. കംബോഡിയയിലും മലേഷ്യയിലും 24 ഡിഗ്രി, ശ്രീലങ്കയിലും തായ്ലൻഡിലും 26 ഡിഗ്രി ആണ് എയർ കണ്ടീഷനുകളിൽ കുറച്ചു വയ്ക്കാവുന്ന താപനില. ജോർദാനിലാകട്ടെ സർക്കാർ ഓഫീസുകളിൽ AC ഉപയോഗം നിരോധിച്ചിരിക്കുകയാണ്. പല രാജ്യങ്ങളും ഗതാഗത രംഗത്തും വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. വിമാനയാത്രകൾക്കും റോഡ് യാത്രകൾക്കുമാണ് കർശന നിയന്ത്രണങ്ങൾ. ജോർദാൻ, പാകിസ്ഥാൻ, ഈജിപ്ത്, ഇന്തോനേഷ്യ, മലേഷ്യ, പനാമ രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ദക്ഷിണ കൊറിയ റോഡ് ഗതാഗതത്തിൽ ഓഡ് ഈവൻ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ടാൻസാനിയയിൽ ബസ്സുകൾക്ക് മാത്രമാണ് നിരത്തിലിറങ്ങാൻ അനുമതിയുള്ളത്. ബംഗ്ലാദേശിൽ സർവകലാശാലകൾ അടച്ചു തുടങ്ങി. ശ്രീലങ്കയിൽ സർവകലാശാലകൾക്ക് ബുധനാഴ്ച കൂടി അവധി പ്രഖ്യാപിച്ചു. ലാവോ പീപ്പിൾസ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കിൽ ആഴ്ചയിൽ 3 ദിവസമായി അധ്യയനം ചുരുക്കിയിരിക്കുന്നു. പാകിസ്ഥാൻ സമ്പൂർണ്ണമായി ഓൺലൈൻ വിദ്യാഭ്യാസത്തിലേക്ക് മാറിയിരിക്കുന്നു. പെറു ഈ മാതൃകകൾ പലതും നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അടച്ചിടൽ, വെട്ടിച്ചുരുക്കൽ നടപടികളിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായി ബോധവൽക്കരണ പരിപാടികളിലേക്ക് കടന്നിരിക്കുകയാണ് മറ്റു രാജ്യങ്ങൾ. അതുകൂടി നമുക്ക് നോക്കാം. എവറി ലിറ്റിൽ ബിറ്റ് ഹെൽപ്സ് എന്ന് പേരിട്ടാണ് ഓസ്ട്രേലിയ ഊർജ്ജ ഇന്ധന സംരക്ഷണ ക്യാമ്പയിൻ തുടങ്ങിയത്. കംബോഡിയയിൽ വൈദ്യുതി ഉപയോഗം കുറയ്ക്കാൻ ജനങ്ങളോട് അഭ്യർത്ഥന പുറത്തിറക്കി. ദക്ഷിണ കൊറിയ വൈദ്യുതി ഉപയോഗം കുറയ്ക്കാനുള്ള മാർഗങ്ങൾ പാർപ്പിട കേന്ദ്രങ്ങളിലൂടെ ബോധവൽക്കരിക്കുകയാണ്.
സിംഗപ്പൂരും ബോധവൽക്കരണ പരിപാടികൾ പാതിഘട്ടം പിന്നിട്ടു. കുറച്ചൂർജ്ജം മാത്രം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളിലേക്ക് മാറാനാണ് പ്രധാനമായും ആവശ്യപ്പെടുന്നത്. ലെറ്റ്സ് സേവ് എനർജി ടുഗദർ എന്ന പേരിൽ തന്നെയാണ് ക്യാമ്പയിൻ നടക്കുന്നത്. നെതർലാൻഡ്സ് കാര്യക്ഷമത കൂടിയ ഊർജ്ജം ഉപയോഗിക്കാൻ നിർബന്ധിച്ചു തുടങ്ങി. സോളാർ, ഗ്യാസ് ബോയിലറുകൾക്ക് പകരം ഹീറ്റ് പമ്പുകൾ എന്നിവ ഉപയോഗിക്കാനാണ് നിർദ്ദേശം. പാകിസ്ഥാൻ ഔദ്യോഗിക യോഗങ്ങൾ തന്നെ ഓൺലൈനിലേക്ക് മാറ്റിയിരിക്കുന്നു. ഡിന്നറുകൾക്കും സൽക്കാരങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തി. മാർക്കറ്റുകളും വ്യാപാര കേന്ദ്രങ്ങളും രാത്രി 8 മണിക്ക് അടയ്ക്കാനാണ് നിർദ്ദേശം. ഹോട്ടലുകൾ 10 മണിക്കപ്പുറം തുറക്കരുത് എന്ന നിർദ്ദേശവും നൽകിയിരിക്കുന്നു. മഡഗാസ്കർ 15 ദിവസത്തെ ദേശീയ ഊർജ്ജ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. മാർഷൽ ദ്വീപുകൾ 3 മാസത്തേക്കാണ് ഊർജ്ജ അടിയന്തരാവസ്ഥയിലേക്ക് പോയിരിക്കുന്നത്. സൗത്ത് പസഫിക്കിൽ ഹവായിക്കും ഓസ്ട്രിയയ്ക്കും മധ്യേ കിടക്കുന്ന ടുവാലു ദ്വീപ് സമൂഹങ്ങളിൽ ഓരോന്നിലും 2 ആഴ്ച എന്ന കണക്കിൽ ഊർജ്ജ ഉപയോഗത്തിന് കർശന നിയന്ത്രണം നടപ്പാക്കിയിരിക്കുകയാണ്. ഫിലിപ്പീൻസും ശ്രീലങ്കയും ദേശീയ ഊർജ്ജ അടിയന്തരാവസ്ഥകളിലേക്ക് പോയിട്ടുണ്ട്. സ്പെയിനിൽ വ്യാപകമായി സോളാർ ഇൻസ്റ്റാൾ ചെയ്തു തുടങ്ങി. സോളാറിലേക്ക് മാറുന്നവർക്ക് നികുതി ഇളവ് അടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തായ്ലൻഡിലെ ഓഫീസുകളിൽ ലിഫ്റ്റുകൾ ഓഫാക്കി പടികൾ ഉപയോഗിച്ച് കയറിയിറങ്ങാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. തെരുവ് വിളക്കുകൾ പ്രവർത്തിപ്പിക്കുന്നതും കുറച്ചിട്ടുണ്ട്. UK-യിൽ റൂം, ഹോം ഹീറ്റിംഗ്, LPG, പെട്രോളിയം അധിഷ്ഠിത മാർഗങ്ങളിൽ നിന്ന് മാറ്റി ഹീറ്റ് പമ്പുകളിലേക്കും ഹോം റിട്രോഫിറ്റിലേക്കും മാറ്റാൻ നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുകയാണ്. ഈജിപ്തിലും ശ്രീലങ്കയിലും എല്ലാ ബിൽ ബോർഡുകളിലെയും ലൈറ്റുകൾ ഓഫ് ചെയ്തിട്ടുണ്ട്. ചുരുക്കത്തിൽ നമ്മുടെ രാജ്യവും വലിയ പ്രതിസന്ധിയാണ് മുന്നിൽ കാണുന്നത് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിയേ മതിയാകൂ. ലൈറ്റുകളും AC-യും അവയുടെ ഉപയോഗവും സ്വമേധയാ കുറയ്ക്കുക. അനാവശ്യ യാത്രകൾ ഒഴിവാക്കുക. ദീർഘദൂര യാത്രകൾ ട്രെയിനിലോ പൊതുഗതാഗത സംവിധാനത്തിലോ ആക്കുക. കാർ പൂളിംഗ് എന്ന് നമുക്കത്ര പരിചിതമില്ലാത്ത സംവിധാനം സാർവത്രികമാക്കുക. അതായത് ഇന്ന് നിരവധി ആപ്ലിക്കേഷനുകൾ തന്നെ ഇതിനുണ്ട്. ഒരേ ദിശയിൽ പോകാൻ ഒന്നിലധികം ആളുകളുണ്ടെങ്കിൽ അവർ സഹകരിച്ച് ഒരു വാഹനത്തിൽ പോകുന്ന സംവിധാനം. പ്രത്യേകിച്ച് എന്നും ഓഫീസിൽ പോകുന്നവർക്കൊക്കെ പരീക്ഷിക്കാവുന്നതും നടപ്പാക്കാവുന്നതുമായ കാര്യമാണ് ഇത്. നമ്മുടെ രാജ്യത്തെ മാത്രം ബാധിച്ച ഒരു പ്രശ്നമല്ല ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ലോകത്താകമാനം സവിശേഷ സാഹചര്യമാണുള്ളത്. ഒന്നിച്ച് ഒരുമയോടെ തീരുമാനങ്ങളെടുത്ത് നടപ്പാക്കിയാലേ വലിയ ഈ പ്രതിസന്ധി ഒഴിവാക്കാനാകൂ എന്ന് പ്രമുഖ ഏഞ്ചൽ ഇൻവെസ്റ്ററും വെഞ്ചൂർ ക്യാപിറ്റലിസ്റ്റുമായ PM മോഹൻദാസ് പൈ വിലയിരുത്തി. അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി കേൾക്കാം. If the foreign exchange deficit comes down, the rupee gets stabilized. And right now we have a double whammy. We're importing more, paying more in dollars. And to buy the dollars, we need more rupees. So if the oil companies import, they have to pay in dollars. To buy the dollar, they need more rupees. They're not earning enough rupees. So the loss goes up. And the more they do, the more the loss goes up. So I think it's important for us to tighten our belts as citizens. And the Prime Minister has done rightly by making an appeal to all citizens. I think the right move first. Because running this country is not the responsibility of the Prime Minister alone. It's the responsibility of all of us as citizens to work together to make the future better. And right now there's a global crisis. It's not an economic crisis for India. It's a global crisis, and we are suffering because of the global crisis. And it's very important that we understand and take the measures that are required from our side. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശങ്ങൾ പാലിച്ചവർ ഏറെയുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ. വളരെ പ്രമുഖരായിട്ടുള്ള വ്യക്തികൾ. അങ്ങനെ ചില ഉദാഹരണങ്ങൾ കൂടി നമുക്ക് കാണാം. ഉത്തരാഖണ്ഡ് മന്ത്രി ഗണേഷ് ജോഷി കാർ ഉപേക്ഷിച്ച് തലസ്ഥാനമായ ഡെറാഡൂണിലെ യാത്ര ഇലക്ട്രിക് സ്കൂട്ടറിലാക്കി മാറ്റിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം അറിഞ്ഞതോടെ സ്റ്റാഫിൽ ഒരാളുടെ ഇലക്ട്രിക് സ്കൂട്ടറിലാണ് യാത്ര. പുതിയ സ്കൂട്ടർ ഉടൻ തന്നെ വാങ്ങുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇനി മധ്യപ്രദേശിലേക്ക് വന്നാൽ മധ്യപ്രദേശിലെ ഊർജ്ജ മന്ത്രി പ്രദ്യുമൻ സിംഗ് തോമറും യാത്ര ഇലക്ട്രിക് സ്കൂട്ടറിലാക്കി മാറ്റിയിരിക്കുന്നു. കേന്ദ്ര സഹമന്ത്രി രാംദാസ് അത്തേവാല മുംബൈയിൽ മെട്രോ ട്രെയിനിലാണ് യാത്ര ചെയ്തത്. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം അറിഞ്ഞ ഉടൻ താൻ തന്നെ മാതൃകയായി കാർ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുകയായിരുന്നു എന്നതാണ് അത്തേവാലയുടെ വിശദീകരണം.
മധ്യപ്രദേശിലേക്ക് വന്നാൽ മധ്യപ്രദേശ് ഹൈക്കോടതി ജഡ്ജി ദ്വാരകാധീഷ് ബിൻസാൽ സൈക്കിളിലാണ് കോടതിയിലേക്ക് വന്നത്. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം എല്ലാവരും പാലിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. എന്തായാലും പശ്ചിമേഷ്യൻ സംഘർഷം തുടർന്നാലും ഇല്ലെങ്കിലും ഈ പ്രതിസന്ധി മറികടക്കാൻ ഏറെ സമയമെടുക്കും. രാജ്യത്ത് വരാനിരിക്കുന്നത് അത്ര തെളിച്ചമുള്ള ദിനങ്ങളായിരിക്കില്ല. എന്തായാലും പ്രധാനമന്ത്രി പറഞ്ഞത് പാലിക്കുക എന്നതാണ് നമുക്കിപ്പോൾ കഴിയുന്ന കാര്യം. അപ്പോൾ ഇറാനെതിരായ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സംയുക്ത ആക്രമണം തുടങ്ങി ഈ 60 ദിവസം പിന്നിട്ട് ഈ ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ ഈ പ്രതിസന്ധി സംബന്ധിച്ച ആശങ്കകൾ ഇങ്ങനെ ഉയരുകയാണ്. ഇത് ഉടനൊന്നും അവസാനിക്കുന്ന ലക്ഷണമല്ല പശ്ചിമേഷ്യയിൽ നിന്ന് ഇപ്പോഴും വരുന്നത്. ഇത് ഭീതിപ്പെടുത്തുന്ന സാഹചര്യം തന്നെ ഉണ്ടാക്കുകയാണ്. സമാധാന ചർച്ചകൾ പാളിയതിന് പിന്നാലെ ഇറാന് നേരെ കടുത്ത ഭീഷണിയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉയരുന്നത്. വെടിനിർത്തൽ കരാർ അതീവ ഗുരുതരാവസ്ഥയിലെന്ന മുന്നറിയിപ്പ് ട്രംപ് നൽകുന്നുണ്ട്. കാര്യങ്ങൾ ശുഭകരമായി അവസാനിക്കാനുള്ള സാധ്യതയും ട്രംപ് തള്ളുകയാണ്. യുദ്ധം അവസാനിച്ചിട്ടില്ല എന്ന് ബെഞ്ചമിൻ നെതന്യാഹുവും വ്യക്തമാക്കുന്നുണ്ട്. യുദ്ധം കൂടുതൽ ശക്തമാകുമോ എന്ന വലിയ ഭീതി ഉളവാക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഇറാനുമായുള്ള വെടിനിർത്തൽ കരാർ അധിക ദിവസം നീണ്ടു നിൽക്കില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് മുന്നറിയിപ്പ് നൽകുന്നത്. US നിർദ്ദേശിച്ച സമാധാന കരാറിൽ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം വിഡ്ഢിത്തമാണെന്ന് ട്രംപ് പ്രതികരിച്ചു. ഇറാന്റെ പ്രതികരണത്തിന് എതിരെ കടുത്ത വിമർശനം ഉന്നയിച്ച ട്രംപ് ഇറാൻ അയച്ച മറുപടിയെ മാലിന്യ കഷ്ണമെന്നാണ് വിശേഷിപ്പിച്ചത്. താൻ അവരുടെ പ്രതികരണം മുഴുവൻ വായിച്ചിട്ടില്ല എന്നും വെടിനിർത്തൽ കരാർ ഇപ്പോൾ ജീവൻ രക്ഷാ പിന്തുണയിലാണെന്നും ട്രംപ് തുറന്നടിച്ചു. Unbelievably weak, I would say. I would call it the weakest right now. After reading that piece of garbage they sent us, I didn't even finish reading it. They said, I'm not going to waste my time reading it. I would say it's one of the weakest right now. It's on life support. They understand these are all medical people. Dr. Oz, life support is not a good thing. Do you agree? Bad prognostic. I would say the ceasefire is on massive life support, where the doctor walks in and says, sir, your loved one has approximately a 1% chance. ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നത് ലക്ഷ്യമിട്ട് അമേരിക്ക മുന്നോട്ട് വെച്ച നിർദ്ദേശത്തിന് പിന്നാലെ ഞായറാഴ്ചയാണ് ഇറാൻ ഇതിനോട് പ്രതികരിച്ചത്. പുതിയ നിർദ്ദേശത്തിനുള്ള പ്രതികരണം പാകിസ്ഥാൻ വഴിയാണ് ഇറാൻ അറിയിക്കുന്നത്. ഹിസ്ബുള്ളയ്ക്കെതിരെ അമേരിക്കൻ സഖ്യകക്ഷിയായി ഇസ്രയേൽ ലെബനനിൽ നടത്തുന്ന ആക്രമണങ്ങൾ ഉൾപ്പെടെ അവസാനിപ്പിക്കണമെന്ന് ഇതിൽ ഇറാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇതിനു പുറമെ യുദ്ധക്കെടുതിക്ക് നഷ്ടപരിഹാരം, ഹോർമുസ് കടലിടുക്കിലെ പരമാധികാരം വ്യക്തമാക്കിക്കൊണ്ട് തന്നെ യുഎസിന്റെ നാവിക ഉപരോധം അവസാനിപ്പിക്കണം, ഇനി ഒരു തരത്തിലുള്ള ആക്രമണവും ഉണ്ടാകാൻ പാടില്ല, ഇറാൻ എണ്ണ വിൽപ്പനയ്ക്ക് മേലുള്ള എല്ലാ ഉപരോധങ്ങളും നിരോധനവും അവസാനിപ്പിക്കണം എന്നിവയായിരുന്നു ഇറാൻ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ. ഇതിനെയാണ് ഇപ്പോൾ ട്രംപ് പുച്ഛിച്ച് തള്ളുന്നത്. ഇറാനിലെ യുറേനിയം സമ്പുഷ്ടീകരണത്തെക്കുറിച്ച് ട്രംപ് പ്രതികരിച്ചിട്ടുണ്ട്. ചൈനയ്ക്കും അമേരിക്കയ്ക്കും മാത്രമാണ് ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം വീണ്ടെടുക്കാൻ കഴിയുകയുള്ളൂ എന്നതാണ് ട്രംപ് അവകാശപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഇറാന്റെ ആവശ്യങ്ങളെല്ലാം പ്രാധാന്യം അർഹിക്കുന്നതാണെന്നാണ് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മയിൽ ബഗായി പ്രതികരിച്ചത്. യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്ക മുന്നോട്ട് വെച്ചത് യുക്തിരഹിതമായ ആവശ്യങ്ങളാണെന്നും ഏതാക്രമണത്തെയും പ്രതിരോധിക്കാൻ തയ്യാറാണെന്നും ഇറാൻ വിദേശകാര്യ വക്താവ് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ രണ്ട് കൂട്ടരും ഒട്ടും പിന്നോട്ടില്ല എന്നതിന്റെ സൂചനകൾ തന്നെയാണ് നൽകുന്നത്. ഭീഷണിയുമായി ഇസ്രയേലും രംഗത്ത് വരുന്നത് കൂടി നമുക്ക് കാണാം. ഇറാനെതിരായ യുദ്ധം അവസാനിച്ചിട്ടില്ല എന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു. ഇറാന്റെ കൈവശം ഇപ്പോഴും സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ട് എന്നും അത് രാജ്യത്തിന് പുറത്തേക്ക് മാറ്റേണ്ടതുണ്ടെന്നും കൂടാതെ അവരുടെ സൈനിക ശേഷിക്കെതിരെ കൂടുതൽ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ടെന്നും നെതന്യാഹു പറയുന്നു. ഇനിയും പൊളിച്ചു നീക്കേണ്ട സമ്പുഷ്ടീകരിച്ച യുറേനിയമുള്ള കേന്ദ്രങ്ങളുണ്ട്. ഇറാൻ പിന്തുണയ്ക്കുന്ന പ്രോക്സി ഗ്രൂപ്പുകൾ ഇപ്പോഴും സജീവമാണ്. നിർമ്മിക്കാൻ ശ്രമിക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകളും അവർക്കുണ്ട്. അതിൽ വലിയൊരു ഭാഗം ഞങ്ങൾ തകർത്തുവെങ്കിലും എല്ലാം പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല എന്നതാണ് ഇസ്രയേൽ പറയുന്നത്. ഇനി ചെയ്യാനുള്ള കാര്യങ്ങൾ ബാക്കിയുണ്ട് എന്ന മുന്നറിയിപ്പ് തന്നെ നെതന്യാഹുവും നൽകുന്നു. എന്തായാലും
നാവിക ഉപരോധം തുടരുന്നതാണ് ഈ സമാധാനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ പോലും ഇറാനെ വലിയ രീതിയിൽ പ്രകോപിപ്പിച്ചത്. ഇതിൻ്റെ പ്രകോപനം എന്നതായിരുന്നു പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി വിതച്ചുകൊണ്ട് ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇറാന്റെ ഡ്രോൺ ആക്രമണം ഉണ്ടായതിലൂടെ നമ്മൾ കണ്ടത്. കുവൈറ്റ്, ഖത്തർ, UAE എന്നിവിടങ്ങളിലേക്കാണ് ഇറാൻ ഡ്രോൺ ആക്രമണ ശ്രമം നടത്തിയത്. പ്രതിരോധ മന്ത്രാലയങ്ങൾ ഇക്കാര്യങ്ങളൊക്കെ സ്ഥിരീകരിച്ചതാണ്. ഖത്തർ തീരത്ത് ഡ്രോൺ പതിച്ച് ചരക്ക് കപ്പലിന് തീപിടിച്ചെങ്കിലും ആർക്കും പരിക്കുണ്ടായില്ല. തീ നിയന്ത്രണ വിധേയമാക്കി കപ്പൽ യാത്ര തുടർന്നു. UAE ലക്ഷ്യമാക്കി വന്ന 2 ഡ്രോണുകളെ തടഞ്ഞെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. അതേസമയം അമേരിക്കയെ പിന്തുണയ്ക്കുന്ന മേഖലയിലെ രാജ്യങ്ങൾ കനത്ത തിരിച്ചടി നേരിടേണ്ടി വരും എന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകുകയും അതിന്റെ ചില സൂചനകൾ ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് മേൽ നൽകുകയുമാണ് അതിലൂടെ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്താണ് ഈ പശ്ചിമേഷ്യയിൽ നമ്മൾ നേരത്തെ കണ്ടതാണ്, പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം മുന്നോട്ട് വെക്കുമ്പോൾ ലോകരാഷ്ട്രങ്ങൾ എങ്ങനെയാണ് ഈ സാഹചര്യങ്ങൾ നേരിടാൻ പരിശ്രമിക്കുന്നത് എന്ന് നമ്മൾ കണ്ടതാണ്. പക്ഷേ ട്രംപിന്റെ താരിഫും ഇറാൻ യുദ്ധവും ഹോർമുസിലെ തടസ്സവും രാജ്യാന്തര തലത്തിൽ വ്യാപാര മേഖലയിൽ വലിയ തിരിച്ചടി മറ്റു രാഷ്ട്രങ്ങൾക്കൊക്കെ ഉണ്ടാക്കുമ്പോഴും അപ്രതീക്ഷിത നേട്ടമുണ്ടാക്കുന്നത് ചൈനയാണ്. ഏപ്രിലിലെ കയറ്റുമതി മുൻ വർഷത്തേക്കാൾ 14% വർദ്ധിച്ചു എന്നതാണ് ചൈന അവകാശപ്പെടുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർണായക ചൈനീസ് സന്ദർശനത്തിന് തൊട്ടു മുൻപാണ് കയറ്റുമതിയുടെ പുതിയ കണക്കുകൾ ചൈന പുറത്തുവിട്ടത്. മാർച്ചിൽ ചൈനയുടെ കയറ്റുമതി 6 മാസത്തെ താഴ്ചയിലേക്ക് കൂപ്പുകുത്തിയിരുന്നു. അന്ന് കയറ്റുമതിയിലുണ്ടായ വർധന 2.5% മാത്രമായിരുന്നു. 8.6% വളരുമെന്നായിരുന്നു സാമ്പത്തിക വിദഗ്ധരുടെ പ്രവചനം. എന്നാൽ ഏപ്രിലിൽ കഥയാകെ മാറി. പുതിയ ഓർഡറുകൾ 2 വർഷത്തെ ഉയർന്ന നിലയിലെത്തി. ഇതോടെ ചൈനയുടെ കയറ്റുമതിയിലെ ലാഭം എന്ന് പറയുന്നത് ഏതാണ്ട് $5,450 കോടി നിന്ന് $8,480 കോടി വർദ്ധിക്കുകയും ചെയ്തു. ഇറാൻ യുദ്ധത്തെ തുടർന്ന് AI അനുബന്ധ മേഖലകളിലെ ഘടകങ്ങൾക്ക് ഇനിയും വില വർദ്ധിക്കുമെന്ന ആശങ്കയിൽ ഉൽപ്പാദകർ വാങ്ങൽ വർദ്ധിപ്പിച്ചതാണ് കാരണമെന്നാണ് വിലയിരുത്തൽ. എന്തായാലും ഡിമാൻഡ് കൂടിയതോടെ സെമി കണ്ടക്ടറുകൾ, മെമ്മറി ചിപ്പുകൾ പോലുള്ള ഉൽപ്പന്നങ്ങൾക്ക് വില കൂടിയിരുന്നു. ഇറാൻ യുദ്ധ സാഹചര്യത്തിൽ ഇവയുടെ വില വീണ്ടും വർദ്ധിക്കുമെന്ന ആശങ്ക വിപണിയിലുണ്ട്. ഇതൊക്കെ വലിയ അനുഗ്രഹമായി ചൈനയ്ക്ക് മാറുകയും ചൈന വലിയ നേട്ടം ഇതിലൂടെ ഉണ്ടാക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ മറ്റ് രാഷ്ട്രങ്ങളൊക്കെ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ യുദ്ധത്തിന്റെ വലിയ ആനുകൂല്യം ചൈനയ്ക്ക് സ്വന്തമാകുന്ന കാഴ്ച കൂടിയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും വെടിനിർത്തൽ കരാർ വളരെ ദുർബലം എന്നതാണ് ട്രംപ് ഇപ്പോൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏത് സമയവും അത് മാറാം എന്ന് ട്രംപ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കാര്യങ്ങൾ ശുഭകരമായി അവസാനിക്കാൻ വെറും 1% സാധ്യത മാത്രമാണ് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നത്. സമാധാനപരമായി വിഷയം അവസാനിപ്പിക്കാനുള്ള സാധ്യത മങ്ങി എന്നതിൻ്റെ സൂചനകൾ തന്നെയാണ് വരുന്നത്. അടുത്തയാഴ്ച നടക്കാനിരിക്കുന്ന ഇറാൻ അമേരിക്ക ചർച്ചയുടെ കാര്യത്തിലും അപ്പോൾ വലിയ അനിശ്ചിതത്വം തുടരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ചൈനീസ് സന്ദർശനത്തിന് ശേഷം മടങ്ങിയെത്തുന്ന ട്രംപ് വേണം ഇനി എന്തൊക്കെ തുടർ നടപടികൾ ഈ ചർച്ചയുടെയും സമാധാന ശ്രമങ്ങളുടെയും കാര്യത്തിൽ വേണം എന്ന് സ്ഥിരീകരിക്കേണ്ടത് അല്ലെങ്കിൽ സ്വീകരിക്കേണ്ടത്. അപ്പോൾ അമേരിക്കയും ഇസ്രയേലും തുടങ്ങിവെച്ച ലക്ഷ്യമില്ലാത്ത യുദ്ധമാണ്. അതിൻ്റെ കെടുതികൾ ലോകം മുഴുവൻ അനുഭവിക്കുമ്പോൾ അതിൻ്റെ ഗുണഭോക്താക്കൾ ചൈനയാണെന്ന് വ്യക്തമാവുകയാണ്. എന്തായാലും ചൈനയിൽ നിന്ന് മടങ്ങി വരുന്ന ട്രംപിന് ആ വീണ്ടും വിചാരം ഉണ്ടാകുമോ എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അത് മനസ്സിലാക്കി കുറച്ചുകൂടി ഗൗരവത്തോടെ ഉത്തരവാദിത്തത്തോടെ ട്രംപ് ഇടപെടുമോ എന്ന് നമുക്ക് കാത്തിരിക്കാം. എന്തായാലും യുദ്ധം വലിയ കെടുതികൾ മാത്രമാണ് ഇതുവരെ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് മറികടക്കാൻ തന്നെ വലിയ കാലഘട്ടം വേണ്ടിവരും എന്ന് കരുതുകയാണ്. അപ്പോൾ യുദ്ധം ഇനിയും തുടർന്നു പോകുന്ന ഒരു സാഹചര്യം നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. എന്തായാലും സമാധാനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങട്ടെ. അതിനു വേണ്ടത് ചർച്ചകളുടെ തുടർച്ച ഉണ്ടാവുക എന്നതാണ്. എന്തായാലും ട്രംപ് ചൈനയിൽ നിന്ന് മടങ്ങി വന്നതിന് ശേഷമായിരിക്കും അതിൽ തീരുമാനം ഉണ്ടാവുക. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ പറഞ്ഞ് കോമഡിയായി മാറുന്ന സാഹചര്യമാണ്. എന്തായാലും കേരളത്തിലെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ അങ്ങ് ഡൽഹിയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് രാഹുൽ ഗാന്ധി ഇന്ന് അവരുമായി ചർച്ച നടത്തി. ഇനി ഖർഗെ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ ഏതാണ്ട് ഈ സമയത്തേക്ക് ഖർഗെ രാഹുലിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ഉടൻ തന്നെ അതുമായി രാഹുലും ഖർഗെയുമായുള്ള ചർച്ചകൾ നടക്കും. എപ്പോൾ പ്രഖ്യാപനം എപ്പോൾ ഉണ്ടാകുമെന്നതിൽ മാത്രം ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല. പ്രധാനമന്ത്രി കേരളത്തിലെ മുഖ്യമന്ത്രി തീരുമാനത്തെ പരിഹസിച്ച് കഴിഞ്ഞ ദിവസം രംഗത്തെത്തുന്നത് നമ്മൾ കണ്ടതാണ്. എന്തായാലും കേരളത്തിലെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള കോൺഗ്രസ് ചർച്ചകൾ പ്രധാനമന്ത്രിയുടെ പരിഹാസത്തോടെ എന്തായാലും ദേശീയ തലത്തിൽ തന്നെ വലിയ ട്രോളായി മാറുന്ന കാഴ്ചയാണുള്ളത്.
അതേസമയം 8 ദിവസമായിട്ടും തീരുമാനം പ്രഖ്യാപിക്കാൻ കഴിയാത്തതിൽ ഘടകകക്ഷികളിലടക്കം പ്രതിഷേധം പുകയുന്നു എന്ന സാഹചര്യം കൂടിയുണ്ട്. ഒരു വലിയ യുദ്ധം പടവെട്ടി ജയിച്ചു വന്നതാണ് കോൺഗ്രസ്. എന്തായാലും അതിനുശേഷം നടന്നിട്ടുള്ള മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള യുദ്ധം അതിന്റെ മാറ്റെല്ലാം കുറച്ചു കളഞ്ഞിരിക്കുകയാണ്. എന്താണ് ഇന്ന് സംഭവിച്ചത് എന്നത് നമുക്ക് വിശദമായി നോക്കാം. രാഹുൽ ഗാന്ധി കേരളത്തിൽ നിന്നുള്ള മുൻ കോൺഗ്രസ് അധ്യക്ഷന്മാരെ ഒപ്പം തന്നെ മുതിർന്ന നേതാക്കളെയൊക്കെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചാണ് ചർച്ച നടത്തിയത്. തീരുമാനം എടുത്തിട്ട് നേതാക്കളെ അത് ധരിപ്പിക്കാൻ വിളിപ്പിക്കുന്നതാണോ എന്ന തരത്തിലൊക്കെ വിലയിരുത്തലുകൾ വന്നുവെങ്കിലും ഒരു തീരുമാനം എടുത്തിട്ടില്ല രാഹുൽ ഗാന്ധി എന്നതാണ് ഇപ്പോൾ AICC വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് രാഹുൽ എന്തായാലും ഇന്ന് വിളിച്ചിട്ടുള്ള നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത്. മുൻ പ്രസിഡന്റുമാരായ കെ മുരളീധരൻ, VM സുധീരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, കെ സുധാകരൻ, MM ഹസൻ, അച്ചടക്ക സമിതി അധ്യക്ഷൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, KPCC വർക്കിംഗ് പ്രസിഡന്റുമാരായ AP അനിൽകുമാർ, PC വിഷ്ണുനാഥ്, ഷാഫി പറമ്പിൽ എന്നിവരോടാണ് ഡൽഹിയിലെത്താൻ പറഞ്ഞിരുന്നത്. അവരുമായാണ് രാഹുൽ ഇന്ന് ഒറ്റയ്ക്കൊറ്റയ്ക്ക് കൂടിക്കാഴ്ച നടത്തിയത്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഫോണിൽ രാഹുൽ ഗാന്ധിയെ അഭിപ്രായം അറിയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും എല്ലാ കാര്യങ്ങളും രാഹുൽ ഗാന്ധിയെ അറിയിച്ചതായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. ചില സംശയങ്ങൾ രാഹുൽ ചോദിച്ചു, അതിന് മറുപടി പറഞ്ഞു. കഴിയുന്നത്ര വേഗം തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പറഞ്ഞത്. പറയാനുള്ളതെല്ലാം രാഹുൽ വിശദമായി കേട്ടതായും തീരുമാനം നാളെ ഉണ്ടാകുമെന്നും കെ മുരളീധരൻ പറഞ്ഞു. MLA-മാരുടെ പിന്തുണ പരിഗണിക്കണമെന്നാണ് നിലപാടെന്നായിരുന്നു കെ സുധാകരൻ പറഞ്ഞത്. നേതാക്കളുടെ അഭിപ്രായം കേട്ട ശേഷം രാഹുൽ ഗാന്ധി തീരുമാനമെടുക്കുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും മുതിർന്ന നേതാവ് സോണിയാഗാന്ധി ഇതുവരെയും ഈ കാര്യത്തിലൊരു തീരുമാനമോ അവരുടെ അഭിപ്രായമോ പറഞ്ഞിട്ടില്ല എന്നറിയുന്നു. മുതിർന്ന നേതാവ് AK ആന്റണിയും ആരെയും നിർദ്ദേശിച്ചിട്ടില്ല എന്ന സൂചനകളാണ് വരുന്നത്. സോണിയാഗാന്ധി തീരുമാനം എടുക്കണമെന്നതാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ഉൾപ്പെടെയുള്ളവരുടെ അഭിപ്രായം. KC വേണുഗോപാലുമായി ഖർഗെയ്ക്കും രാഹുലിനും വ്യക്തിപരമായി തന്നെ വലിയ ബന്ധമുണ്ട്. ഈ സാഹചര്യത്തിൽ സോണിയാഗാന്ധി തീരുമാനിക്കട്ടെ എന്ന നിലപാടിലേക്ക് ഖർഗെ എത്തി എന്നതാണ് നമുക്ക് അറിയുന്നത്. എന്തായാലും പ്രഖ്യാപനം വൈകുന്നത് വിജയത്തിന് മങ്ങലേൽപ്പിച്ചു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന് തന്നെ ഇന്ന് സമ്മതിക്കേണ്ടി വന്നിരിക്കുകയാണ്. സണ്ണി ജോസഫ് ഈ തീരുമാനം വൈകുന്നതിനെ കുറിച്ച് പറഞ്ഞതുകൂടി കേൾക്കാം. വെളുത്ത പുക പ്രതീക്ഷിക്കുകയാണ്. ഞാൻ അതിന് പ്രത്യേക സമയം പറയുന്നില്ല. എത്രയും താമസം വിന ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വൈകലിനൊരു ചെറിയ മങ്ങലേറ്റിട്ടുണ്ട്. ദാറ്റ് ഐ ഡു അഡ്മിറ്റ്. വൈകിയതും ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം വരുമ്പോൾ അതൊന്നുകൂടി ഉയരും. അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകും. 8 ദിവസമായി തീരുമാനം പ്രഖ്യാപിക്കാൻ കഴിയാത്തതിൽ വലിയ പ്രതിഷേധം ഘടകകക്ഷികളിൽ ഉൾപ്പെടെ ഉയരുന്നുണ്ട്. അപ്പോഴാണ് KPCC അധ്യക്ഷൻ വലിയ തമാശ പറയുന്ന രീതിയിലൊക്കെ അത് അഡ്മിറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത്. എന്തായാലും ഘടകകക്ഷികളിലടക്കം വലിയ പ്രതിഷേധമുണ്ട്. ലീഗ് നേതൃയോഗം നാളെ ചേരുമെന്ന വിവരം വരുന്നുണ്ട്. അത് മുഖ്യമന്ത്രി തീരുമാനം വൈകുന്ന കാര്യങ്ങളും ഒപ്പം മന്ത്രിസ്ഥാനത്തെ സംബന്ധിച്ച് അവരുടെ അവകാശവാദങ്ങൾ സംബന്ധിച്ചുമൊക്കെയുള്ള കാര്യങ്ങളിൽ ചർച്ച നടക്കും എന്ന വിവരങ്ങളാണ് വരുന്നത്. ഘടകകക്ഷികൾ ഇതിനോടകം തന്നെ ഘടകകക്ഷികളുടെ അഭിപ്രായങ്ങളും ഹൈക്കമാൻഡ് പ്രതിനിധികളും ഒപ്പം രാഹുൽ ഗാന്ധിയും ഒക്കെ തേടിയിട്ടുണ്ട് എന്ന വിവരങ്ങൾ വരുന്നുണ്ട്. അതേസമയം ഘടകകക്ഷികൾ അഭിപ്രായം പറയുന്നതിനെതിരെ മറ്റുള്ള കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കൾ രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടു. മാത്യു കുഴൽനാടനൊക്കെ ആ രീതിയിൽ വലിയ സന്ദേശങ്ങൾ നൽകുന്നത് കണ്ടു. ഇപ്പോൾ ഘടകകക്ഷികൾക്ക് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന വിഷയത്തിൽ യാതൊരു കാര്യവുമില്ല എന്ന് പറഞ്ഞ് രംഗത്ത് വരികയാണ് MM ഹസൻ. അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോട് തന്നെ അക്കാര്യം പറഞ്ഞു. ഹൈക്കമാൻഡിനെ എപ്പോഴും എല്ലാവരെയും വിളിക്കാമല്ലോ. ഹൈക്കമാൻഡിനെ എല്ലാവരെയും വിളിക്കാം, സംസാരിക്കാം. അതിന്റെ ഭാഗമായി മുൻ പ്രസിഡന്റന്മാരായ ഞങ്ങളെ വിളിച്ചു. ഞങ്ങൾ വന്നിരിക്കുന്നു. സാധാരണഗതിയിൽ ഒരാഴ്ചക്കുള്ളിലൊക്കെയാണ് വാസ്തവത്തിൽ ലീഡർ ആരാണ്, മുഖ്യമന്ത്രി ആരാണെന്ന് തീരുമാനിക്കുന്നത്. അധികം സമയം വൈകിട്ടില്ല. ഇനിയൊട്ടും വൈകാൻ പാടില്ല. UDF-നെ സംബന്ധിച്ച് അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു പ്രൊസീജിയറുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരോട് അഭിപ്രായം ചോദിച്ചു. ഇപ്പൊ ഞങ്ങളെല്ലാം വിളിച്ചിരിക്കുന്നു. ഞങ്ങളുടെ എല്ലാം അഭിപ്രായം ചോദിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനം ഞങ്ങളെല്ലാവരും അംഗീകരിക്കുമെന്ന് ബന്ധപ്പെട്ടവരെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഘടകകക്ഷികൾക്ക് ഇതിൽ വലിയ കാര്യമില്ല. എന്താണെന്നറിയാമോ? കോൺഗ്രസിന്റെ ലീഡർ ആരാണെന്നുള്ളത് കോൺഗ്രസ് ആണ് തീരുമാനിക്കുന്നത്. ഘടകകക്ഷികളോട് അഭിപ്രായം ചോദിച്ചാൽ പറയാം. അവരോട് അഭിപ്രായം ചോദിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. MLA-മാരിൽ കൂടുതൽ പേരും പിന്തുണച്ചിരിക്കുന്നത് KC വേണുഗോപാലിനെയാണ്. നേതാക്കന്മാരിൽ നിന്നും കൂടുതൽ പേരുടെയും പിന്തുണ KC വേണുഗോപാലാണ് അവകാശപ്പെടുന്നത്. അപ്പോൾ MLA-മാരുടെ എണ്ണമൊന്നും അവഗണിക്കരുത് എന്ന നിലപാടിൽ ഉറച്ച് KC വേണുഗോപാൽ തന്റെ അവകാശവാദം കൂടുതൽ ശക്തമാക്കുന്നു എന്ന കാര്യമാണ് വരുന്നത്.
അതേസമയം സീനിയോറിറ്റി പരിഗണിക്കണമെന്ന ആവശ്യം ശക്തമായി തന്നെ രമേശ് ചെന്നിത്തലയും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് രമേശ് ചെന്നിത്തല ഒട്ടും പിന്നോട്ട് പോയിട്ടില്ല. മുഖ്യമന്ത്രി സ്ഥാനമില്ലെങ്കിൽ മറ്റൊരു പദവിയും സ്വീകരിക്കില്ലെന്ന ഉറച്ച നിലപാടിൽ വി.ഡി. സതീശനും തുടരുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. തീരുമാനം എന്തായാലും നീണ്ടുപോവുകയാണ്. കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലക്ക് മറികടന്ന് വീണ്ടും നേതാക്കൾക്ക് ഫ്ലെക്സുമായി അണികൾ രംഗത്ത് വരികയാണ്. ഹൈക്കമാൻഡ് AICCയുടെ നിർദ്ദേശം മറികടന്നാണ് ഈ ഫ്ലെക്സുകൾ വീണ്ടും ഉയരുന്നത് എന്ന് നമ്മൾ കാണണം. അത്രമാത്രം അതൃപ്തി കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലും കോൺഗ്രസിന് വേണ്ടി വോട്ട് ചെയ്തവർക്കിടയിലും ഉണ്ടാകുന്നു എന്നതിന്റെ സൂചനകൾ തന്നെയാണ്. എറണാകുളം പള്ളുരുത്തിയിൽ വി.ഡി. സതീശനും ഷാഫി പറമ്പിലിനും അനുകൂലമായാണ് ഇന്ന് ഫ്ലെക്സ് ഉയർന്നത്. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ പേരിലാണ് ഫ്ലെക്സ് പ്രത്യക്ഷപ്പെട്ടത്. VDS കേരളം ഭരിക്കട്ടെ, ഷാഫി കോൺഗ്രസിനെ നയിക്കട്ടെ എന്നതായിരുന്നു ഫ്ലെക്സിലെ വാചകം. കണ്ണൂർ പഴയങ്ങാടിയിൽ KC വേണുഗോപാലിന്റെ ചിത്രത്തിൽ കരിയോയിൽ ഒഴിച്ചുള്ള പ്രതിഷേധം കൂടി ഇന്ന് കണ്ടു. എരിപുറത്ത് സ്ഥാപിച്ച കോൺഗ്രസ് ഫ്ലെക്സ് ബോർഡിലാണ് കരിയോയിൽ ഒഴിച്ചിരിക്കുന്നത്. കാവലായി കരുതലായി കരുത്ത് പകർന്നവർ എന്നെഴുതിയ ഫ്ലെക്സിൽ KC വേണുഗോപാൽ, വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല, അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എന്നിവരുടെ ചിത്രങ്ങളുണ്ടായിരുന്നു. ഇതിൽ KC വേണുഗോപാലിന്റെ ചിത്രം തെരഞ്ഞുപിടിച്ച് അതിൽ മാത്രം കരിയോയിൽ ഒഴിച്ചിരിക്കുന്ന നിലയിലാണിത് പിന്നീട് കണ്ടത്. സംഭവത്തിൽ പ്രതിഷേധം ശക്തമാണ്. രാഷ്ട്രീയ അസഹിഷ്ണുതയുടെ ഭാഗമാണ് ഇത്തരം നടപടികളെന്ന് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിക്കുന്ന സാഹചര്യമൊക്കെ അവിടെ ഉണ്ടായി. വിമർശിച്ച് സമസ്ത മുഖപത്രം രംഗത്ത് വരുന്നു എന്നതുകൂടി നമ്മൾ കണ്ടു. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നതിൽ വലിയ വിമർശനമാണിന്ന് സമസ്ത മുഖപത്രം രേഖപ്പെടുത്തിയത്. തെരഞ്ഞെടുപ്പിലെ മഹത്തായ വിജയത്തിന് ശേഷം ഭരണഘടനാപരമായ ഉത്തരവാദിത്തങ്ങളിലേക്ക് കടക്കുന്നതിന് പകരം കോൺഗ്രസ് നിഴൽ യുദ്ധത്തിൽ ഏർപ്പെടുകയാണെന്ന് സുപ്രഭാതം കുറ്റപ്പെടുത്തുന്നു. 102 MLA-മാരെ വിജയിപ്പിച്ച ജനങ്ങളോട് പ്രതിബദ്ധതയില്ലാത്ത സമീപനമാണ് കോൺഗ്രസിന്റേത്. കൂടിയാലോചനകൾ ജനാധിപത്യ രീതിയാണെങ്കിലും ദിവസങ്ങൾ നീളുന്ന ഈ അനിശ്ചിതത്വം കൊള്ളരുതായ്മയാണെന്നും മുഖപ്രസംഗത്തിൽ വിമർശിക്കുന്നുണ്ട്. കോൺഗ്രസിന്റെയോ മുന്നണിയുടെയോ വോട്ടുകൊണ്ട് മാത്രമല്ല ഈ വിജയം സാധ്യമായത്. വോട്ട് ചെയ്തവരെ അന്ധഭക്തരായി കാണുന്നത് കോൺഗ്രസ് സ്വയം കുഴി തോണ്ടുന്നതിന് തുല്യമാണ്. അധികാരത്തിന് വേണ്ടിയുള്ള ഈ ആഭ്യന്തര കലഹം മതേതര ശക്തികളെ ദുർബലപ്പെടുത്തുമെന്നും ഇത് വർഗീയ വിദ്വേഷ ശക്തികൾക്ക് വളരാൻ അവസരമൊരുക്കുമെന്ന മുന്നറിയിപ്പോടു കൂടിയാണ് ഈ മുഖപ്രസംഗം അവസാനിക്കുന്നത്. എന്തായാലും കേരളത്തിൽ കോൺഗ്രസിന് വലിയ ഭൂരിപക്ഷമുണ്ട്. അവർക്കൊരു നേതാവിനെ തീരുമാനിക്കാൻ പക്ഷേ കഴിയുന്നില്ല എന്നതാണ് സാഹചര്യം. സർക്കാരിന്റെ കാര്യത്തിൽ 2.5 വർഷത്തെ അധികാരം പങ്കിടൽ സൂത്രവാക്യമോ അല്ലെങ്കിൽ 5 വർഷത്തിനിടെ 5 മുഖ്യമന്ത്രിമാർ എന്ന ഫോർമുലയോ അംഗീകരിക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നതാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസിനെ പരിഹസിച്ചത്. അതുകൊണ്ട് തന്നെ തീരുമാനം നീളുന്നത് കോൺഗ്രസിന് ദേശീയ തലത്തിലും ഇപ്പോൾ വലിയ ക്ഷീണമുണ്ടാക്കിയിരിക്കുകയാണ്. 10 വർഷം സംസ്ഥാനത്ത് പ്രതിപക്ഷത്തിരുന്നതിന് ശേഷമാണ് കോൺഗ്രസിന് വലിയൊരു വിജയം കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിക്ക് ജനങ്ങൾ നൽകിയത്. അതിനുശേഷമാണ് ഈ അവസ്ഥയുണ്ടാകുന്നത് എന്നത് വലിയ സങ്കടകരമായ കാര്യമാണ്. ഹൈക്കമാൻഡ് തന്നെയാണ് പ്രതിസ്ഥാനത്ത് വരുന്നത്. എത്ര വന്നാലും പഠിക്കില്ല എന്നത് കോൺഗ്രസ് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പ്രഖ്യാപനം നീണ്ടുപോകുന്നു. ഇനി ഇന്നോ നാളെയോ എന്നതാണ് അവസാനമായി പറയുന്നത്. തമിഴ്നാട് നിയമസഭയിൽ മുഖ്യമന്ത്രി വിജയ്ക്ക് ഇന്ന് ആദ്യമായ രാഷ്ട്രീയ വിജയം ഉണ്ടായിട്ടുള്ള ദിവസമാണ്. ഭരണകക്ഷിയായ തമിഴക വെട്രി കഴകത്തിന്റെ സ്ഥാനാർത്ഥിയായ JCD പ്രഭാകർ സ്പീക്കറായി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. പ്രതിപക്ഷ കക്ഷികളായ DMK-യും AIADMK-യും സ്ഥാനാർത്ഥികളെ നിർത്താത്തത് TVK-ക്ക് വലിയ രാഷ്ട്രീയ വിജയമായി മാറി. ഇനി യഥാർത്ഥ പരീക്ഷ നാളെയാണ് വിജയ്ക്ക്. നാളെയാണ് സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കേണ്ടത്. എന്തായാലും AIADMK-യിലെ വിമത വിഭാഗം പിന്തുണച്ചതോടുകൂടി വിജയ്ക്ക് സഭയിൽ മേൽക്കൈ ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ വലിയ ആശങ്കകളില്ലാതെ തന്നെ ആ പരീക്ഷയും വിജയ് മറികടക്കും എന്നത് ഉറപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ തമിഴ്നാട് നിയമസഭയിൽ മുഖ്യമന്ത്രി വിജയ്ക്ക് ആദ്യ രാഷ്ട്രീയ വിജയമായി മാറിയത് സ്പീക്കർ തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു. ഭരണകക്ഷിയായ TVK-യുടെ സ്ഥാനാർത്ഥിയായ മുതിർന്ന നേതാവ് JCD പ്രഭാകർ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. സ്പീക്കർ സ്ഥാനത്ത് JCD പ്രഭാകർ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടതായി പ്രോട്ടീം സ്പീക്കർ MV കറുപ്പയ്യയാണ് അറിയിച്ചത്. M രവിശങ്കർ ഡെപ്യൂട്ടി സ്പീക്കറായും തെരഞ്ഞെടുക്കപ്പെട്ടു.
JCD പ്രഭാകരനെയും M രവിശങ്കറിനെയും സ്പീക്കർമാരുടെ കസേരയിലേക്ക് TVKയുടെ മുതിർന്ന നേതാവ് സെങ്കോട്ടയ്യനും പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിനും ചേർന്ന് ആനയിച്ച് കൊണ്ടുവരുകയായിരുന്നു. ഇരുവർക്കുമെതിരെ പ്രതിപക്ഷ കക്ഷികളായ DMKയും AEA-DMKയും സ്ഥാനാർത്ഥികളെ നിർത്താത്തതാണ് TVKയ്ക്ക് രാഷ്ട്രീയ നേട്ടമായത്. MK സ്റ്റാലിൻ അടക്കമുള്ള എതിർപക്ഷ നേതാക്കളുടെ വീടുകളിൽ പോയി സന്ദർശനം നടത്തി. രാഷ്ട്രീയ വൈരത്തിനപ്പുറമുള്ള ഒരു പ്രതിച്ഛായ സൃഷ്ടിച്ചെടുക്കാനും ഒരു പുതിയ തുടക്കം ഇടാനുമൊക്കെ വിജയ്ക്ക് കഴിഞ്ഞു. അത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. വിജയുടെ ഈ നീക്കം കയ്യടി നേടുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ഈ സ്പീക്കർ തെരഞ്ഞെടുപ്പ് മാറുകയാണ്. പ്രതിപക്ഷത്തെ കൂടി വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് മുന്നോട്ടു പോകാനുള്ളൊരു നീക്കമാണ് വിജയ് ഇന്നലെ മുന്നോട്ട് വെച്ചത്. അത് ഫലം കണ്ടിരിക്കുന്നു. സ്ഥാനാർത്ഥികളെ നിർത്താതെ തന്നെ ഈ തെരഞ്ഞെടുപ്പുകൾ വിജയിക്കാൻ TVKയ്ക്ക് അതിലൂടെ കഴിഞ്ഞിരിക്കുന്നു. ഇനി യഥാർത്ഥ പരീക്ഷ നാളെയാണ്. AEA-DMKയിൽ ഉണ്ടായിരിക്കുന്ന പിളർപ്പാണ് അതിൽ വിജയെ സംബന്ധിച്ച് ഏറ്റവും അനുഗ്രഹമായി മാറുന്ന സാഹചര്യം. ജയലളിതയുടെ മരണശേഷം AEA-DMKയിൽ നിലനിന്നിരുന്ന വിള്ളൽ ഒടുവിൽ യാഥാർത്ഥ്യമായി മാറുന്നതാണ് നമ്മൾ കണ്ടത്. മുതിർന്ന നേതാക്കളായ CV ഷൺമുഖത്തിന്റെയും SP വേലുമണിയുടെയും നേതൃത്വത്തിലുള്ള ഒരു വലിയ വിഭാഗം വിജയുടെ തമിഴക വെട്രികഴകം സർക്കാരിന് പിന്തുണ നൽകാനും മന്ത്രിസഭയിൽ ചേരാനും തീരുമാനിച്ചു. ഇതോടെ പാർട്ടി ജനറൽ സെക്രട്ടറിയും മുൻ മുഖ്യമന്ത്രിയുമായ എടപ്പാടി K പളനിസ്വാമി ഏതാണ്ട് ഒരു ദശകത്തോളം ഒന്നിച്ചു നിർത്താൻ പോരാടിയ പാർട്ടിക്കുള്ളിൽ ഒരു ചെറിയ ന്യൂനപക്ഷമായി ഒതുക്കപ്പെടുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇനി വിജയെ സംബന്ധിച്ച് കണ്ണും പൂട്ടി ഭരിക്കാൻ പറ്റുന്ന ഒരു മാൻഡേറ്റിലേക്ക് എത്തുന്നു കാര്യങ്ങൾ എന്നതാണ് മനസ്സിലാകുന്നത്. തമിഴ്നാട്ടിലെ 234 സീറ്റുകളിൽ ഏതാണ്ട് 108 എണ്ണവും നേടി വിജയുടെ പാർട്ടി ആധിപത്യം ഉറപ്പിച്ചെങ്കിലും ഭൂരിപക്ഷത്തിന് 11 സീറ്റുകളുടെ കുറവുണ്ടായിരുന്നു. അത് 2 സീറ്റുകൾ വിജയ് മത്സരിച്ചതാണ് എന്നതിനാൽ 11 സീറ്റുകളുടെ കുറവായിരുന്നു. 5 സീറ്റുകൾ കോൺഗ്രസും ബാക്കി ലീഗും CPM-ഉം CPI-യും BCK-യും പിന്തുണച്ചുകൊണ്ടാണ് ഈ കേവല ഭൂരിപക്ഷത്തിലേക്ക് വിജയ്ക്ക് എത്താൻ കഴിഞ്ഞത്. എന്തായാലും ഇപ്പോൾ AEA-DMKയിലെ വിമത MLA-മാരെ ഒപ്പം നിർത്താൻ കഴിയുന്നത് വിജയെ സംബന്ധിച്ച് വലിയ അനുഗ്രഹമാണ്. അവരെ വിജയ് ഇപ്പോൾ സന്ദർശിക്കുകയും ചെയ്തിരിക്കുന്നു. മഞ്ഞ ഷോളുകൾ അണിഞ്ഞാണ് വിജയ് AEA-DMKയിലെ വിമതരെ സ്വീകരിച്ചത്. അവർ വിജയ്ക്ക് പിന്തുണ നൽകുമെന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ്. വിമതരുടെ പിന്തുണ കൂടി വിജയ് ഉറപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ നാളെ ഭൂരിപക്ഷം നേടുന്നത് സംബന്ധിച്ച് യാതൊരു ആശങ്കകളും വിജയ്ക്ക് മുന്നിൽ ഇല്ല എന്നത് വ്യക്തമാക്കിയിരിക്കുന്നു. ഒപ്പം പിന്തുണയ്ക്കുന്ന മറ്റ് കക്ഷികളുടെ വലിയ സമ്മർദ്ദത്തിലേക്ക് നീങ്ങേണ്ട സാഹചര്യവും വിജയെ സംബന്ധിച്ച് ഉണ്ടാകുന്നില്ല എന്നതാണ് ഏറ്റവും വളരെ അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നത്. അധികാരത്തിലേറെ ദിവസങ്ങൾ മാത്രമാകുമ്പോൾ തന്നെ TVK പ്രവർത്തകർക്ക് പുതിയ നിർദ്ദേശങ്ങൾ കൂടി മുഖ്യമന്ത്രി വിജയ് നൽകിയിരിക്കുകയാണ്. പാതയോര ബോർഡുകളും ബാനറുകളും സ്ഥാപിക്കരുതെന്നും ആൾക്കൂട്ടം എത്തുന്ന ഇടങ്ങളിൽ പ്രചാരണ ബോർഡുകൾ പാടില്ല എന്നുമാണ് വിജയ് നിർദ്ദേശിക്കുന്നത്. ഗതാഗതം തടസ്സപ്പെടുത്തി ഒന്നും ചെയ്യരുത് എന്നൊരു നിർദ്ദേശമുണ്ട്. പൊതുജനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ജന്മദിനത്തിനും മറ്റും ആഘോഷങ്ങൾ സംഘടിപ്പിക്കരുത്. നിർദ്ദേശം ലംഘിച്ചാൽ കർശന നടപടി നേരിടേണ്ടി വരും എന്നുകൂടിയാണ് വിജയ് വ്യക്തമാക്കിയിട്ടുള്ളത്. അധികാരത്തിലേക്കുള്ള പാതയിൽ ഒപ്പം നിന്ന സ്ത്രീകളുടെ കയ്യടി നേടുന്ന പ്രഖ്യാപനവും വിജയ് നടത്തിയിട്ടുണ്ട്. അത് സർക്കാർ മദ്യവിതരണ സ്ഥാപനമായ ടാസ്മാക്കിന്റെ 4765 ഔട്ട്ലെറ്റുകളിൽ ഏതാണ്ട് 717 എണ്ണം 2 ആഴ്ചയ്ക്കകം അടച്ചുപൂട്ടാനുള്ള ഒരു ഉത്തരവും വിജയിട്ടിട്ടുണ്ട്. ആരാധനാലയങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ബസ് സ്റ്റാൻഡുകൾ എന്നിവയുടെ 500 മീറ്റർ പരിധിയിലുള്ള മദ്യശാലകൾക്കാണ് താഴെ വീഴാൻ പോകുന്നത്. അപ്പോൾ അതും വലിയ കയ്യടി നേടിയ ഒരു പ്രഖ്യാപനമായിരുന്നു. ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയൊക്കെ 50 മീറ്റർ ദൂരപരിധിയിൽ മദ്യശാലകൾ പാടില്ല എന്നതാണ് നിലവിലെ നഗരസഭാ ചട്ടം. അപ്പോൾ അതൊക്കെ കർശനമായി പാലിക്കുക, 50 എന്നുള്ളത് 500 ആക്കി ഉയർത്തുക തുടങ്ങിയ കയ്യടി കിട്ടുന്ന വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നു. പൊതുജനങ്ങളെ വഴിയിൽ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ ഒന്നും ഉണ്ടാകരുത് എന്നത് നിർദ്ദേശമായി തന്നെ വിജയ് നൽകുന്നു. എന്തായാലും സർക്കാർ താഴെ വീഴുമോ എന്ന ഭയമില്ലാതെ മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യമാണ് വിജയ്ക്ക് തമിഴ്നാട്ടിൽ ഒരുങ്ങുന്നത്. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള ജനപ്രിയ നടപടികൾ ശക്തമായി എടുത്ത് മുന്നോട്ട് പോകാനുള്ളൊരു സാഹചര്യം ഒരുങ്ങിയിരിക്കുകയാണ്. എന്തായാലും നാളെയാണ് സഭയിൽ പരീക്ഷ നടക്കാൻ പോകുന്നത്. വിജയെ സംബന്ധിച്ച് യാതൊരു ആശങ്കയും ഇനി നിലവിലില്ല എന്നതാണ് നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്.